ഫിജിക്കൽ മെമ്പേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളൊരു ഫിസിക്കലായി നമ്മളൊരാൾക്കൊരു BOP പ്ലാനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ കാണുക, എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ ഫിജിക്കാർട്ടിൽ ചേർന്നതിന് ശേഷം നിങ്ങൾ ഇനി 13ാമത്തെ റാങ്ക് വരെ എത്തുമ്പോഴും മെയിനായിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മളത് നന്നായി അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇന്ന് ഒരിടത്തേക്ക് പോയി. അപ്പം നിങ്ങൾ ഇന്ന് എവിടെ പോയി, നമ്മൾ ഇന്ന് എവിടെ പോയി. അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലീഡറുമായിരിക്കും പോയത്. അപ്പോൾ ഇനി നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ലീഡറായി നിങ്ങളുടെ താഴെ വരുന്നവരെ എടുക്കുന്ന ആളിൻ്റെ മുന്നിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതും എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ മുന്നിൽ നമ്മളെ പ്ലാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നല്ലൊരു ഭാവി കാത്തിരിക്കുന്ന കുറച്ച് പേര് നമ്മുടെ മുമ്പിൽ ഇരിക്കും. ആദ്യം നമ്മൾ നമ്മുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. രണ്ടാമത് അവരുടെയൊക്കെ പേരും വീട്ടിൽ എത്ര പേരുണ്ട്, അവരുടെ സാഹചര്യം എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ കമ്പനി അവരിൽ എന്തുമാത്രം യോജിക്കും, അവർക്കിത് എന്തുമാത്രം യൂസ്ഫുൾ ആയിരിക്കും, അവരുടെ ഇപ്പോഴുള്ള ലൈഫ് ഈ ഫിജിക്കാർട്ട് എന്തുമാത്രം ചേഞ്ച് ചെയ്യും, അവരെന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് അവരുമായി കമ്പയർ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്യുക. നന്നായി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് അവർ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. നിങ്ങൾ എന്ത് നന്നായാണോ പ്ലാൻ ചെയ്യുന്നത് അതാണ് അവരിൽ മനസ്സിലുണ്ടാകുന്നത്. നിങ്ങളുടെ പ്ലാൻ അവരുടെ മനസ്സിലുണ്ടാകണം. അതിന് നിങ്ങളെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തണം. അതാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ പ്ലാൻ ബുക്കുണ്ട്. ചിലരിൽ ഇതുപോലെ ഡിജിറ്റൽ പ്ലാനിങ് കാണാം. അപ്പോൾ പ്ലാൻ ബുക്ക് നോക്കിയായിരിക്കും അവർക്ക് നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു ചെറിയ പ്ലാൻ വെക്കും, പിന്നെ BOP നമ്മൾ ലീഡേഴ്സായും നമ്മുടെ ലീഡറുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് പ്ലാനിങ് ചെയ്യണം. അപ്പം ആ ഒരു പ്ലാനിങ് ആണ് ഇന്നിവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ കേൾക്കുക. അപ്പം ഫസ്റ്റ് പിക്ചർ നമ്മുടെ പ്ലാനിങ് ബുക്കിലെ ഫസ്റ്റ് പിക്ചർ ഇതാണ്. അപ്പം നമുക്ക് പ്ലാൻ തുടങ്ങിയാലോ. ഫസ്റ്റ് നമ്മുടെ പ്ലാൻ ബുക്കിലെ ഫസ്റ്റ് പിക്ചർ കണ്ടാണ് വെൽക്കം ടു ഫിജിറ്റൽ. ഫിജിറ്റൽ എന്നുള്ള വേർഡ് നിങ്ങൾ ഒരിടത്തും ഇതുവരെയും കേട്ടിട്ടുണ്ടാവില്ല. ഫിജിക്കാർട്ടിൽ നിങ്ങൾ വന്ന് മെയിനായിട്ട് കോമൺ ആയിട്ട് കേൾക്കുന്ന രസകരമായ പേരാണ് ഫിജിറ്റൽ. ഫിജിറ്റലിൽ 2 വാക്കുകൾ ചേർന്നാണ് ഫിജിറ്റൽ ഉണ്ടാകുന്നത്. ഒന്ന് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ. നമ്മളിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ആദ്യം പ്ലാൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഫിസിക്കലായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിജിറ്റൽ എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ഫോണിൽ കുറച്ച് നമ്പർ ഉണ്ടെന്ന് കരുതുക. ആ നമ്പറിൽ നോക്കുമ്പോൾ ഇന്ന ആളെ വിളിച്ചാൽ ഇന്ന ഇതിൽ ചേരും, അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും, അവർക്കിത് ഭാവിയിൽ ഉപയോഗപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ആളെ വിളിച്ച് ഇന്നത് പറയും, ഞാൻ ഇന്ന ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിത് ഒരുപാട് യൂസ്ഫുള്ളായി, എൻ്റെ ജീവിതം ഇന്ന് മാറ്റിമറിച്ചു, എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് തോന്നും, എനിക്കും ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടും അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക വരുമാനം അല്ലെങ്കിൽ ഒരു സേവിങ്സ് ആവും. സേവിങ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾ ഡിജിറ്റലായി കൊടുത്തത്. അതായത് നിങ്ങൾ മൊബൈൽ വഴി പരിചയപ്പെട്ടു, കണ്ടു, പ്ലാനറിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഇനി അടുത്ത് നമുക്ക് ഫിസിക്കൽ. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും, ഒരാളടുത്ത് ടൈം ചോദിക്കും, എത്രയായിടോ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പം അവരെന്ത് പറയും, ഞാൻ ഇന്നടുത്തോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ആരായി അവരാരൊക്കെയോ ആയി, നമ്മുടെ രക്തബന്ധം പോലെയാണ് നമ്മൾ പിന്നെ അവരോട് പെരുമാറുന്നത്. എനിക്കും അത് പലപ്പോഴും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ പറയും, ഞാൻ ഇന്ന കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിത് വളരെ യൂസ് ആയിട്ടുണ്ട്, എൻ്റെ ഉറക്കം നന്നായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കൊള്ളാമല്ലോ, ഭാഗ്യം എന്നെ തേടി വന്നോ, ലക്കി ഡ്രോയോ. അപ്പോൾ അവർ എനിക്കിതൊന്ന് പ്ലാൻ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ പറഞ്ഞ് തരട്ടെ എന്ന് കേൾക്കും. അപ്പോൾ ഓക്കെ, അത് നമ്മൾ ഫിസിക്കലായി കൊടുത്തു. അതാണ് ഫിജിറ്റൽ എന്ന വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഇനി അടുത്ത കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫിജിറ്റൽ മനസ്സിലായി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കോൺസെപ്റ്റാണ് ടെക്നോളജി ചേഞ്ചസ്. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ടെക്നോളജി ചേഞ്ച് ആയി കാണും. നിങ്ങൾക്കൊരു 30 സംതിങ് വയസ്സുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളൊരു 13-14 വയസ്സ്, അതായത് ഇപ്പോഴത്തെ എൻ്റെ വയസ്സ്,
നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ഗൾഫിൽ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അടുത്ത് ജില്ലയിലുള്ള ഒരാളാണെന്ന് കരുതുക. നിങ്ങൾ ലെറ്റർ എഴുതി അയക്കും, മാസങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു വരും. ഇതിപ്പോ പിന്നെ എസ് ടി ഡി ആയപ്പോ എന്താ, പൈസ ഇട്ടു, കോൾ ചെയ്തു, അവരെടുക്കുന്നു, സംസാരിക്കുന്നു. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? വാട്സാപ്പ് നമ്മൾ ഇടുന്നു, മെസ്സേജ് ഇടുന്നു, കാത്തിരിക്കുന്നെങ്കിൽ കാത്തിരിക്കുന്നു, അല്ലാത്തവര് അത് നോക്കുന്നു, പെട്ടെന്ന് റിപ്ലൈ അയക്കുന്നു. ഗൾഫില് സൗദി അറേബ്യ ഇരിക്കുന്നവർ വരെ എന്റെ വാപ്പാച്ചി ഞാനുമായി എങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ എന്റെ ഉമ്മ പണ്ട് ലെറ്റർ അയച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ടെക്നോളജി ചേഞ്ചസ് നന്നായി മനസ്സിലാക്കുന്നത് ഈ ഏജിലുള്ളവരാണ്, 30-40 ഏജ്. പക്ഷെ എനിക്കിപ്പോ നോക്കുമ്പോ നിങ്ങൾ അങ്ങനെ ലെറ്റർ അയച്ചിരുന്നോ? എനിക്കെന്നെ ഡൗട്ടാണ്. കാരണം അന്ന് അവരെങ്ങനെ ജീവിച്ചു, കറണ്ട് പോലും ഇല്ലാതെ അവരെങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കറണ്ട് ഇല്ലാതെ 1 മിനിറ്റ് പോലും ഇരിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അവര് കറണ്ട് ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ടെക്നോളജിയുടെ ചേഞ്ചസ് ഈ വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം ചേഞ്ച് സംഭവിച്ചു എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചിലൂടെ നമ്മൾ മാറി വരേണ്ടതുണ്ട്. ചിലർ പണ്ടത്തെ റേഞ്ചിൽ ഇരിക്കുന്നേ ഉള്ളൂ. അവർ ഈ പുതിയ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായ ഒരു ലൈഫ് കൊണ്ടുപോകാൻ, നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാം എന്നാണ് ടെക്നോളജി ചേഞ്ചസ് ഫിജി കാർട്ടിൽ പഠിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ പണ്ടുള്ളവര് ചന്തയിൽ പോയാണ് സാധനം വാങ്ങിയിരുന്നത്. ചന്തകളെയാണ്, മാർക്കറ്റുകളെയാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. പിന്നെ അത് വന്ന് ചെറിയ ചെറിയ ഷോപ്പുകൾ ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ മാളുകളാണ് ഇപ്പോഴുള്ള നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആയ ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ എന്നിവ പൊക്കത്തിരിക്കുന്ന, അതായത് നല്ല പോപ്പുലേഷൻ ഉള്ള ഒരു 3 കമ്പനീസ് ആണ് ഈ 3 അവര് ഷോപ്പിംഗ് ചെയ്യുന്നത് കടകൾ ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ ടെക്നോളജി അതിന് വലിയ ചേഞ്ചസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഒരു മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ് ഫിജി കാർട്ട്. അതാണ് ഈ പിക്ചറിൽ നമുക്ക് പറയുന്നത്. നെക്സ്റ്റ് പിക്ചറിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം എന്തെല്ലാം ഘടകങ്ങളിലൂടെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. ഒന്നാമത് തന്നെ ഇതിൽ കാണുന്നു ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ്. നമ്മൾ ഈ വാലറ്റ് ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അങ്ങനത്തെ അതാണ് ഈ കൊമേഴ്സിന്റെ ഭാഗത്ത് വരുന്നത്. ഇതിൽ പിക്ചേഴ്സ് ഉണ്ട്. പ്ലാൻ ബുക്ക്, നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുക്കുക, പ്ലാൻ കേൾക്കുകയെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ റെഫറൽ മാർക്കറ്റിംഗ്, ഓൺലൈനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതും ന്യൂ ടെക്നോളജി ഭാഗമായിട്ട് ഇതിൽ ചേർന്നിരിക്കുന്നു. ഡയറക്റ്റ് സെല്ലിംഗ്, നേരിട്ട് കൊടുക്കുന്നതും വാങ്ങുന്നതും, അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ അങ്ങനെയൊക്കെ അതുമായിട്ട് പല സാഹചര്യങ്ങളുമായിട്ട് ഒത്തുചേർന്നിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ടാണ് ചികിത്സിക്കുന്നത് ആണല്ലോ. പക്ഷെ അമേരിക്കക്കാരെന്താ, അവർക്ക് അസുഖങ്ങളില്ല അധികം. ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും അസുഖങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പ്രഷർ, ഷുഗർ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ 2 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. അപ്പൊ അമേരിക്കയിലുള്ളവർക്കും അല്ലെങ്കിൽ പുറം രാജ്യം UK, US ആണ് ഉദ്ദേശിച്ചത്. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അവർ അസുഖം വരാതെ വെൽനെസ് ശുശ്രൂഷിക്കാറുണ്ട്. അവരുടെ ബോഡിയെ അതിന് മെച്ചപ്പെടുത്തിയെടുക്കും. അതുകൊണ്ട് അവർക്ക് അധികം അസുഖങ്ങൾ വരാറില്ല. ആ ഒരു വെൽനെസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കമ്പനിയാണ് ഫിജി കാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇ-കൊമേഴ്സ് ഡീറ്റെയിൽസ് കുറച്ച് കേൾക്കാം. അതായത് ഇ-കൊമേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ കെയർ ആണ്. അതായത് ഓൺലൈനായിട്ട് ഷോപ്പിംഗ് ചെയ്ത് ഓൺലൈനായിട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഏതോ ലോകത്തുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് വാങ്ങിക്കുന്നു, അവർ വീട്ടിൽ കൊണ്ട് തരുന്നു, നമ്മൾ ആർക്കോ പേ ചെയ്യുന്നു, നമ്മൾ പൈസ കൊടുത്തു. എങ്ങനെ കൊടുത്തേ? അത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അങ്ങനെ കോടികൾ കണക്ക് ഓരോ വർഷത്തെയും കണക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഫോട്ടോയിൽ ഞാൻ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് അത് ഈ ഒരു ബിസിനസ് വിജയിച്ച കമ്പനികളുടെ പേരാണ്. ഫേസ്ബുക്കിലും ഓൺലൈൻ ഷോപ്പിംഗ്സ് നടക്കുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇൻസ്റ്റയിൽ നിന്നൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങാറില്ലേ, അത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഊബർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഊബർ എന്ന് പറഞ്ഞാൽ അത് വെഹിക്കിളായിട്ടാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ കൊമേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തയിലേക്ക് പോകാം. അതായത് നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെയാണ് ഡീറ്റെയിൽസ്.
ഓരോ രാജ്യത്തും എത്ര ജനങ്ങൾ എത്ര ടേൺ ഓവർ വരുത്തുന്നു. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്ക് വരവാണ്, പോയി കിട്ടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുണ്ട് എന്ന് പറയുന്നത് 132 കോടി ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള കണക്ക്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ വെറും 13 അല്ലെങ്കിൽ 14 കോടിക്കകത്ത് ജനങ്ങൾ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ഇതിൽ കയറി വന്നിട്ടുള്ളൂ, അതായത് ടേൺ ഓവർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇനിയും ടെക്നോളജിയിലേക്ക് മാറാനുണ്ട് കുറെ. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ തന്നെ നമുക്കത് കുറെ മനസ്സിലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാനിത് കൊടുക്കുന്നത്, അതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഇതെന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിലബസ്. ഈ സിലബസ് നോക്കിയേ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന കോളേജുകളാണ്. ഭാവിയിൽ വരുന്നതും മുപ്പോഴുമായി ഉള്ള സിലബസുകളാണ് ഇതിലുള്ളത്. അതായത് ഇപ്പോൾ പല കമ്പനികളിലും നമ്മൾ ചെന്ന് ചേരാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷന്, നമ്മുടെ ബയോഡേറ്റ, നമ്മുടെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച് പിന്നെ ട്രെയിനിങ്ങിൽ നിന്ന് പിന്നെ ഒരാളുടെ ഒരു ഇതിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ട് നമുക്ക് പിന്നെ അതിലൊരു നല്ലൊരു ജോബും അതിൻ്റെതായ സാലറിയും കിട്ടുള്ളൂ. ഈ ഫിജി കാർഡിൽ നമുക്ക് നേരെ തിരിച്ചാണ്. അതായത് ഇത് നമുക്ക് ബയോഡേറ്റ അങ്ങനെ ഇതാണ്, ഇത്ര ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊന്നും ഒരു ചോദ്യവും ഇല്ല. നമുക്ക് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഒരു ID വെക്കുന്നു, ആ IDയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് അത് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ റാങ്ക് ഉയരുന്നു, നമുക്കതനുസരിച്ച് ശമ്പളം കിട്ടുന്നു. ഇതിൽ ട്രെയിനറായിട്ടും സബായിട്ടും നിന്ന് നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലാതെ നമുക്കൊരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പൊ എന്നെ പോലുള്ള ബാച്ചിലേഴ്സ് ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത്, ആരുടെ ഒരു ഇതും ഇല്ലാതെ, ഒരു മാനേജിങ് പ്രോബ്ലം ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ള ആശയം ബോബി ചെമ്മണ്ണൂർ സാറ് മനസ്സിൽ കണ്ട് നമുക്കായി ഒരുക്കി തന്നൊരു പ്ലാറ്റ്ഫോമാണ് ഫിജികാർട്ട്.com. അതാണ് ദുബായിൽ വെച്ചാണ് നമ്മുടെ ഫിജികാർട്ടിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് വരുന്നത് ദുബായിലാണ്. അപ്പോൾ അവിടെ വെച്ച് ട്രേഡ് ലൈസൻസ് ഫിജികാർട്ടിന് ലഭിച്ച ലൈസൻസ് ആണ് ഈ ഫസ്റ്റ് പിക്ചറിലുള്ളത്. രണ്ടാമത്തെ പിക്ചറിലുള്ളത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് പാൻ കാർഡ് സർട്ടിഫിക്കേഷൻ എന്നും പറയും. അതാണിത്. പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഈ അതായത് ഇന്ത്യക്കുള്ളിൽ പല സ്റ്റേറ്റുകളിലും കിട്ടിയ ലൈസൻസുകളും സർട്ടിഫിക്കറ്റുമാണ് ഈ ഫോട്ടോയിൽ. പിന്നെ ഇത് ഫിജികാർട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോഴേ എല്ലാ ന്യൂസ് പേപ്പറുകളിലും വന്ന പോസ്റ്ററാണ്. പക്ഷെ നമ്മളാരും ശ്രദ്ധിച്ചു കാണില്ല, കാരണം ഇത് ഇന്ത്യയിലേക്ക് വന്നത് 2018 ആ വർഷം നമുക്കൊരു പ്രത്യേകത ഉണ്ട്, സിനിമ വരെ ഇറങ്ങിയത്, അതായത് വെള്ളപ്പൊക്കമാണ്. അപ്പം നമ്മൾ കൂടുതലും വാർത്ത ശ്രദ്ധിച്ചത് അതിലാണ്. സോ നമ്മുടെ ഫിജികാർട്ട് വന്നതെന്നും നമുക്ക് അധികം അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രദ്ധ കിട്ടി, നമുക്കൊരാൾ പ്ലാൻ തന്നത് നമ്മുടെ ലക്ക് വന്നു എന്നാണ് കേട്ടോ അർത്ഥം. അതാണ് അടുത്തത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിജികാർട്ട് ഇന്ത്യൻ ലോഞ്ചിങ്ങിൻ്റെ പിക്ചറാണ്. നമ്മുടെ അങ്കമാലിയിലുള്ള അറ്റ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് തമന്ന പാർട്ടിയുടെ ചീഫ് ഗസ്റ്റായി ഡോക്ടർ ബോബി ചെമ്മണ്ണൂറും ആളുമായിട്ട് തിലോത്തമൻ സാറുമായിട്ട് ഒരുമിച്ച് നടന്ന ഉദ്ഘാടനമാണ് ഈ പിക്ചർ. തമന്ന പാട്ടേലൊക്കെയാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ അടുത്ത് ഇത് ദുബായിൽ നടന്നൊരു ഇതാണ്, ഒരു ഫംഗ്ഷനാണ്. അതിൽ ഫിജികാർട്ട് ഫസ്റ്റ് പ്രൊപ്പഗേഷൻ, അതായത് പ്രൊമോട്ട് ഫസ്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്തതാണ് ആ പിക്ചർ. അപ്പം അത് പറഞ്ഞു വന്നാ. അപ്പം അടുത്തതായിട്ട് നമ്മുടെ അതായത് ഫിജികാർട്ട് ലീഡിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ് നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്രൂവ് ആയിക്കൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് നടക്കുന്നത് UAEയിലാണ്. ഇനി ഇതിൻ്റെ എല്ലാം മാസ്റ്ററിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉറവിടം. നമ്മൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു കമ്പനി നൽകി, നമ്മളെ ഇന്ത്യക്കാരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കമ്പനി നമുക്കായി പടുത്തുയർത്തിയ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറാണ് ഇതിൻ്റെ ടീം മാനേജർ. അതാണ് ഈ പിക്ചർ. ഓക്കെ, ഇതാണ് ഫിജികാർട്ടിൻ്റെ വിഷനും മിഷനും.
രണ്ട് കാഴ്ചപ്പാടും അതായത് മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം ഇപ്പോഴത്തെ ടെക്നോളജിയുമായി യോജിച്ച് ആൾ എന്തുമാത്രം ഉയരുന്നു എന്നുള്ളതാണ് വിഷൻ. മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർട്ടിൻ്റെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധാരണക്കാരനെ യാതൊരു പരിമിതിയും ഇല്ലാതെ നല്ലൊരു ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കുന്നതാണ് ഫിജിക്കാർട്ടിൻ്റെ മിഷൻ. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് ഇൻഡസ്ട്രിയാണ്. നമ്മുടെ ഫിജിക്കാർട്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി ഭാവിയിൽ വരാൻ പോകുന്നത്, അതായത് വന്നു കഴിഞ്ഞു, കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം കഴിയേണ്ടതായിരുന്നു, ചില പ്രശ്നങ്ങളാൽ മാറ്റിവെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട്, ഹെഡ് ഓഫീസായിട്ട് വരുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഫാക്ടറീസും കാര്യങ്ങളുടെ പിക്ചേഴ്സാണ് ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫിജി സൂപ്പർ സ്റ്റോഴ്സ് ആണ്. 70-ൽ പരം സ്റ്റോറുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലായിട്ട് ഉണ്ട്, പലയിടത്തുമായി ഉണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ എനിക്കറിയുന്ന നെടുമങ്ങാട്, മുരിക്കുമ്പഴ, നെയ്യാറ്റിൻകര എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മൾ പലരും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ ഐഡി വയ്ക്കുന്നതും എല്ലാം അവിടെ നിന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 70-ൽ പരം സ്റ്റോറുകൾ നമ്മുടെ ഈ ഫിജിക്കാർട്ടിനായി ഉണ്ട്. അപ്പം ഇതിൽ അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഫിജി ഫാഷൻ, അതായത് ഫിജിക്കാർട്ടിൻ്റെ ഫാഷൻ യുഗത്തിൽ ഉള്ള കമ്പനീസും അതിൻ്റെ ബ്രാൻഡുകളുമാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. അടുത്തതായി ഫിജി ബ്രാൻഡ്സ് ആണ്. അതായത് ഈ ബ്രാൻഡുകൾ പലയിടത്തുമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിജിക്കാർട്ടിലെ ഓരോ മെമ്പറും കേട്ടിട്ടുള്ളതാണ്. ആര്യസുക്ത, നമ്മുടെ ക്ലീനിങ് ഷൈൻ ആൻഡ് മിന്ന് വരുന്നതും, അതുപോലെ തന്നെ ഹാൻഡ് വാഷ്, ഡിറ്റർജൻ്റ് ഒക്കെ വരുന്നത് ആര്യസുക്തയിലാണ്. അത് സ്വാസ്ഥ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഫുഡ്സ്, ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് ഒക്കെയാണ് വരുന്നത്. കോൺഫ്ലെക്സ്, ഓട്സ് ഒക്കെ വരും, അതിലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഓസോണ എന്ന് പറഞ്ഞ വെൽനെസ്, അത് വെൽനെസ് വരുന്നത് ഓസോണയിലാണ്. അതായത് നമ്മുടെ പ്രോട്ടീൻ പൗഡർ അറിയാലോ, പ്രോട്ടീൻ പൗഡർ എന്തുമാത്രം ജീവിതത്തിൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാവെയറിൻ്റെ നമ്മുടെ വെസൽസ് മെറ്റീരിയൽസ്, അതായത് പാത്രങ്ങളുടെ മെറ്റീരിയൽസ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇപ്പം ബേബി ഗ്രീൻ, അതായത് കൊച്ചു കുട്ടികൾക്കുള്ള, അതായത് നമ്മൾ ജോൺസൺസ് എന്ന് പറഞ്ഞ പല കമ്പനിയും കേട്ടിട്ടുണ്ട്. അതുപോലെ ഫിജിക്കാർട്ടിൽ നിന്നുള്ള നാച്ചുറൽ നിലവാരത്തിൽ വരുന്നതാണ് ബേബി ഗ്രീൻ എന്ന് പറയുന്നത്. പിന്നെ ബോബീസ് എന്ന് പറഞ്ഞ ബ്രാൻഡും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇതിന് വരുന്നത്. നെക്സ്റ്റ് ആയിട്ട് പോപ്പുലർ ബ്രാൻഡ്സായി നമ്മുടെ ഫിജിക്കാർട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ള പേരുകളാണ്. സാംസങ്, ബട്ടർഫ്ലൈ, പിന്നെ സോണി എന്നിവ വരുന്ന കമ്പനീസ് ടൈപ്പ്ഡാണ്. അങ്ങനെയുള്ള ബ്രാൻഡ്സിൻ്റെ ലോഗോസാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ കമ്പനി എന്താണെന്നും കമ്പനിയെ പറ്റിയും കമ്പനിയെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു, കമ്പനിയിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ എന്തെല്ലാം, നമ്മൾ എന്തെല്ലാം താണ്ടിക്കിടക്കണം എന്നുള്ള ഒരു പാറ്റേൺ പാർട്ട് 2 നെക്സ്റ്റ് പാർട്ടാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക. അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്ലാൻ കിട്ടുന്നതും നല്ലൊരു പ്ലാൻ പറയുന്നതിനും യൂസ് ആകും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഒരു ഡോർ കാണിച്ചാലോ, അതെ, നമ്മൾ ഫിജിക്കാർട്ടിലേക്ക് എങ്ങനെ കയറാമെന്നാണ്. അപ്പം എൻ്റർ ആവുന്നത് എങ്ങനെയെന്ന് നോക്കാം. KYC ഡോക്യുമെന്റ്സ് അറിയാലോ എന്തൊക്കെയാണെന്ന്. നമ്മുടെ ഡോക്യുമെന്റ്സ്, പേര്, നാളെ, വയസ്സൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ, അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്കൊരു പിന്നായിട്ടാണ് നമുക്കൊരു IQ തരും. ആ IQ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ കിട്ടുന്നത് നോക്കാം. അപ്പോൾ സർപ്രൈസിങ് വരുന്നു. അപ്പം നോക്കാം. ഇനി നമ്മളിത് വർക്കിംഗ് ആണ്. നമ്മുടെ ശരിക്കുമുള്ള ജോലി നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ടുവന്ന് അവരെ നമ്മളുടെ താഴെ വെച്ച് അവർ പോയിന്റ് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ റാങ്കുകൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ലീഡറാണെന്ന് കരുതുക. അപ്പം ഞാൻ നിങ്ങൾക്കൊരു പ്രൊമോട്ട് തന്നു, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പ്ലാനിങ് തരുന്നു. അപ്പോൾ നിങ്ങൾ കൊള്ളാമല്ലോ, ഈ ഒരു പ്ലാറ്റ്ഫോം കൊള്ളാം, എനിക്കിഷ്ടമായി, ഞാൻ ഇതിൽ ചേർന്നു. KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ തന്നു, ഞാൻ ചേർന്നു. അപ്പോൾ ഇനി നിങ്ങൾ പോയിന്റ് എടുക്കുമ്പോൾ, ഞാനും പോയിന്റ് എടുത്താണല്ലോ കയറുന്നത്. അങ്ങനെ നിങ്ങളും പോയിന്റ് എടുക്കുന്നു, നിങ്ങൾക്കും അതിനുള്ള വരുമാനം കിട്ടുന്നു, എനിക്കും കിട്ടുന്നു, ഇല്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാൾ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി നിൽക്കുക,
നമ്മൾ സാധനം വാങ്ങിച്ചാൽ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് തരും ആരെങ്കിലും? ആരും തരുന്നില്ല. പക്ഷെ ഫിജിക്കാർട്ട് തരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പൊ ഇനി നമുക്കിത് പ്രൊമോട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തില്ലേ, അപ്പൊ നിങ്ങളും ഇത് പ്രൊമോട്ട് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ ഒരാളടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഒരു ലീഡറായി. അപ്പോൾ നിങ്ങളുടെ താഴെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുമ്പോൾ നിങ്ങൾ ലീഡറായി, 2 ട്രീസിൻ്റെ ലീഡറായി, അവിടുന്ന് ട്രീകളിലായി. അപ്പോൾ നിങ്ങൾ ആ ലീഡർ ആകുമ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതെ, അപ്പോൾ ഓൺലൈൻ പ്രൊമോട്ടിംഗ് ഉണ്ട്, ഫിസിക്കൽ പ്രൊമോട്ടിംഗ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു സൈസ് ഓൺലൈൻ പ്രൊമോട്ടിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നു, നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിൽ ചിലപ്പോൾ കാണുന്നവർ കാണും, ചിലപ്പോൾ വാട്സപ്പിൽ കാണുന്നത് കാണും, ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൽ കാണുന്നവർ കാണും. ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്നാണോ കാണുന്നത് നിങ്ങൾ ഓൺലൈനായാണ് ഈ പ്രൊമോഷൻ ഏറ്റെടുത്തത്. അതല്ല ഞാനിപ്പോൾ ഒരു BOPക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്ക് നേരിടുന്നു, നിങ്ങൾക്കൊരു പ്ലാനിങ് തരുന്നതാണ് ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബസ്സിൽ നിൽക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഫോൺ വിളിക്കുന്നത് ഒക്കെയാണ് ഈ 2ന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഫിജിക്കാർട്ടിലെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനെ പറ്റി കാണാം. അപ്പോൾ ആദ്യമായി കാണുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്നെസ് ആൻഡ് റിവാർഡ്നെസ്. ഇതിൻ്റെ എക്സാക്ട് മീനിങ് ഞാൻ പറയട്ടെ. ദിവസ വരുമാനം, ആഴ്ച വരുമാനം, മാസ വരുമാനം, വാർഷിക വരുമാനം, ഇതെല്ലാം ചേർത്തിട്ടുള്ള നമുക്ക് കിട്ടുന്ന റിവാർഡ്. ഇതൊക്കെയാണ് സാധാ ബിസിനസ്സിലുണ്ട്. പക്ഷെ നമുക്കിത് എത്രയും ഈസി ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടല്ലേ വാങ്ങുന്നത്. സാധാരണ കമ്പനി പ്രൊമോട്ട് ചെയ്ത് അവർ കാശിറക്കുന്നതിനും കൂടി ചേർത്താണ് നമുക്കൊരു സാധനത്തിന് നമുക്ക് വില ഇടുന്നത്, അതായത് MRP. പക്ഷെ ഇതിന് നോക്കിക്കേ, നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ലൊരു ബിസിനസ്സായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കും അത് ഇനിയും കേൾക്കുന്തോറും നിങ്ങൾക്കത് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റ് കമ്പനികൾക്കൊന്നും തരാൻ കഴിയാത്ത പല ആനുകൂല്യങ്ങളും ഇതിൽ ഇനിയുണ്ട്, നമുക്കിനി കാണാം. പ്രോഫിറ്റ്, റീറ്റെയിലിംഗ് പ്രോഫിറ്റ്, അതായത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ഷോപ്പ്, അതാണ് നമ്മുടെ ഫസ്റ്റ് തുടക്കം. നമ്മൾ പോയി 100 പോയിന്റ് എടുക്കുന്നതിന് ആസ്പദമാക്കിയാണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറയുമ്പം ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. നമ്മൾ ഒരു തവണ എടുത്തു, അപ്പോൾ അത് 100 പോയിൻ്റായി, 500 ആകുമ്പോൾ അടുത്ത പോയിൻ്റായി. അങ്ങനെ നമ്മൾ ഓരോ പോയിൻറ്റിന് 20 രൂപ വെച്ചാണ്. 100 പോയിൻറ്റിനപ്പം 2000 റുപ്പീസായി. അടുത്തത് 500-നാകുമ്പം 10,000 റുപ്പീസായി. അങ്ങനെ 20 രൂപ വെച്ചിട്ടാണ് ഓരോ പോയിൻറ്റിനും കണക്കാക്കി നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത 1500 പോയിന്റ് നമ്മുടെ BSVയിൽ വന്നെന്ന് കരുതുക. അപ്പം നമ്മൾ കരസ്ഥമാക്കുന്നത് 30,000, അതായത് 30,000 രൂപയാണ്. ഇതിനെയാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ബോണസ് എന്ന് പറഞ്ഞു 20% മുതൽ 50% വരെ ബിസിനസ് വോളിയമായി നമുക്ക് കിട്ടുന്നത് റിവാർഡാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. നമ്മൾ ഓരോ മാസവും നമുക്കൊരു പോയിന്റ് നിലവാരമുണ്ട്, പോയിന്റ് എടുത്തിട്ട് കയറുന്ന മന്ത്ലി അപ്പം മന്ത്ലി ബോണസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3ാമത്തെ റാങ്ക് മുതൽ ജനറേഷൻ ബോണസ് കൂടാതെ നമുക്ക് ഈ ഫിജിക്കാർട്ട് അവസാനം വരെ നമുക്ക് കമ്പനി നേരിട്ട് തരുന്ന തുകേനെയാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ഇത് 10,000 മുതൽ 20,000 വരെക്കുള്ളിൽ ഒരു തുക കമ്പനി നേരിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പ്രതിഫലമായി തരുന്നതാണ്. ഇതിൽ കൂടെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് വരുന്നുണ്ട്. 4 കുടുംബത്തിന് 10 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു മാർഗമായി എനിക്ക് തോന്നി. ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഏത് സമയം ഉപയോഗപ്പെടാം. ഫാമിലിയിൽ 4 ഫാമിലി നമുക്ക് യൂസ് ആവുന്നുണ്ട്. ഇനി അടുത്ത ആനുവൽ പ്രോഫിറ്റ് ആണ്. 10ാമത്തെ റാങ്ക് മുതൽ നമുക്ക് കമ്പനിയുടെ ഒരു ലാഭവിഹിതം, അതായത് ഈ കമ്പനിയുടെ ഒരു ലാഭവിഹിതം നമുക്ക് വീതിച്ച് തരുന്നതിനെയാണ് ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമുക്കറിയാം, നമ്മളൊരു കമ്പനിയിൽ നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും നമ്മുടെ മുകൾ ഉദ്യോഗസ്ഥർ നമുക്ക് എപ്പോഴും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്, ഒരേ ശമ്പളമാണ്, ഒരേപോലെയാണ്. ബട്ട് ഇതിന് നന്നായി നമ്മൾ പെർഫോം ചെയ്ത് നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കിട്ടുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അമേസിങ് സർപ്രൈസസും കൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് നോക്കാം. അമേസിങ് ബൈക്ക് ഫണ്ടാണ്. 50,000, അത് 50,000 രൂപ നമുക്ക് നമ്മുടെ കമ്പനി നമുക്കൊരു ബൈക്ക് ഫണ്ടായിട്ട് തരുന്നുണ്ട്. ഇത് 6ാമത്തെ റാങ്ക് അടുപ്പിച്ചാണ് നമുക്കിത് തരുന്നത്. നമ്മൾ ബൈക്ക് വാങ്ങിച്ച് കാണിക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടാനുള്ള ബൈക്ക് വാങ്ങിച്ച് കാണിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കാശ് വളരെയധികം യൂസ്ഫുള്ളാണ്, സേവിങ്സ് ആക്കാമല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് 5 ലക്ഷം രൂപയുടെ കാറാണ് കിട്ടുന്നത്. ഇതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇതും കാർ വാങ്ങി കാണിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഫണ്ട് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തീർക്കാം, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ആയിട്ടൊരു 5 lakhs rupees നെക്സ്റ്റ് ഫണ്ടായിട്ട് തരുന്നുണ്ട്. അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഈ ട്രിപ്പ് നിങ്ങൾ പോയി തന്നെ തീർക്കണം, ഫണ്ട് പൈസ ഒന്നും തരില്ല. പക്ഷെ നമുക്ക് അടിപൊളി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പാരീസ്, യൂറോപ്പ് യാത്ര എന്നൊക്കെ പറയുന്നത്. കിട്ടുന്നെങ്കിൽ വലിയ ഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. പിന്നെ ഒരു സ്റ്റേബിളായി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കിട്ടുന്നത്. 5 അല്ല 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ബെൻസൊക്കെ വാങ്ങല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു ഹോം ഫണ്ട് വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാർന്ന് വാങ്ങിച്ച് വീട് വാങ്ങിച്ച് കാണിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ ഒരു വീടൊക്കെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഫ് വീട് വെച്ചിട്ട് ഹാഫ് സേവ് ചെയ്യാം. എന്നാലും 1 കോടി രൂപയ്ക്കില്ലേ. അപ്പോൾ അതൊക്കെയാണ്, ഇങ്ങനെയാണ് നമുക്കിതിൽ കിട്ടുന്ന ഫണ്ടും ബോണസും. അപ്പോൾ ഇതിൽ എത്ര റാങ്കുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതാണ് ഈ പിക്ചറിലുള്ളത്. മൊത്തം നമുക്ക് 13 റാങ്കുകളാണ് ഉള്ളത്. സ്റ്റേബിൾ ആവുന്നതും നമ്മൾ ആഗ്രഹിച്ച് മുന്നേറേണ്ടതും 3ാമത്തെ റാങ്കാണ്. കമ്പനിയിൽ നമ്മൾ കയറി അല്ലെങ്കിൽ കമ്പനിയിൽ നമ്മളൊരു മെമ്പറായി എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് 3ാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. അതിലാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് മുതൽ തുടങ്ങി നമുക്ക് ഫണ്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് 3ാമത്തെ റാങ്ക് തൊട്ടിട്ടാണ്. അപ്പം നമുക്ക് അതിൻ്റെതായ രീതിയിലാണ്. അപ്പം ഇതിന് വരുന്നത്, അപ്പം നമുക്കിനി ഫിജിറ്റൽ അക്കാഡമിയെ പറ്റി പഠിക്കാം. 2024 നമുക്കിപ്പം ഞാനീ പറഞ്ഞ ഓഫേഴ്സ് ലാസ്റ്റ് വരെ ഉള്ളത്. കാരണം ഇപ്പം നമ്മൾ ID വെച്ച് കയറുന്നു, യാതൊരു പരിമിതികളും ഇല്ലാതെ നമ്മൾ ഒരു നല്ല രീതിയിൽ ഇപ്പോൾ ഒരു IQ വെച്ച് പോയി നമ്മളിപ്പോൾ ഒരു സ്റ്റേബിൾ ആവുന്ന രീതിയിൽ 2024 പറ്റുന്നുണ്ട്. പക്ഷെ 2025 മുതൽ 2026 വർഷങ്ങൾ മുതൽ നേരെ മാറുകയാണ്. ഫിജിറ്റൽ അക്കാഡമിയിൽ നിന്ന് നമ്മൾ ട്രെയിനിങ് പഠിച്ച് ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ട്രെയിനിങ് പഠിച്ച് നമ്മുടെ ജോബ് പഠിച്ചതിന് ശേഷമേ നമുക്ക് ID വെച്ച് ഫിജി കാർട്ടിലേക്ക് ചേരാൻ പറ്റും. അപ്പോൾ പ്ലാനിങ് മാത്രം പോരാ. അപ്പം അങ്ങനെ ഈ ഫിജിറ്റൽ അക്കാഡമിക്ക് ഉള്ളതാണ് നമ്മളുടെ ട്രെയിനിങ് ചെയ്യുന്നു, ട്രെയിനറാകാൻ പഠിക്കുന്നു. അതായത് നമ്മളൊരു കോളേജിൽ ചെന്നപ്പോൾ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. നമ്മളത് പഠിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യും പോലെ നമ്മൾ ഫിജിറ്റൽ അക്കാഡമിയിൽ പഠിച്ച് ഫിജി കാർട്ട് ചെയ്യുന്നു. 2025-26 മുതൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചേർന്ന് നമ്മൾ ഒരു കണക്കിന് ഭാഗ്യവാനും ഭാഗ്യവതിയുമായാണ്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു അക്കാഡമി ഒഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു നല്ല സ്റ്റേബിളായി കഴിഞ്ഞു. അക്കാഡമി പോയി നമ്മളൊരു ട്രെയിനറായി മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പം അതാണ് ഈ ഒരു ഫിജിറ്റൽ അക്കാഡമി. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാനിങ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ പ്ലാനിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഫിജി കാർട്ട്. താങ്ക് യു.